ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കുമുള്ള ബിഹേവിയർ, അതായത് ഇപ്പോൾ പലരും അതിൽ പറയുന്നുണ്ട് മിസ്ബിഹേവ് ചെയ്തു എന്ന്, അലിഗേഷൻസ് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ ഇവിടെ ട്രെയിനി ആയിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ, എന്താ പറയുക? ഇല്ല, ഞങ്ങൾ ഇതുവരെയായിട്ട് ഇവിടെ അങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. പുള്ളി അങ്ങനെ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഇതുവരെയായിട്ട് അങ്ങനെ ഒപ്പീനിയൻ ആരെയൊന്നും കേട്ടിട്ടില്ല, പുള്ളിയെ പറ്റി നെഗറ്റീവായിട്ടൊരു ഒപ്പീനിയൻ ആരെയും ഒന്നും കേട്ടിട്ടില്ല. ജിൻഡോ ചേട്ടാ ശരിക്കും ബിഗ് ബോസിലുള്ളത് പോലെ തന്നെയാണോ ഇവിടെ? അവിടെ ഉള്ളത് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ക്യാരക്ടർ വൈസ് ആയാലും അപ്പോൾ അവിടെ പെരുമാറുന്ന പോലെ തന്നെയാണ് ഞങ്ങളടുത്ത് ഇവിടെ പെരുമാറുന്നത്. ശാന്തനായ രീതിയിലുള്ള സ്വഭാവമാണ്, ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരാളാണ്. അവിടെ ഭയങ്കര സൈലന്റ് ആണ്, ഇമോഷണൽ ആണ്. അപ്പം ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യോ ജിൻഡോ ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നോ, അതോ ഇവിടുത്തെ അതേ രീതി തന്നെ ആയിരിക്കും ബിഗ് ബോസിലുള്ളത്? അവിടെ ഇപ്പോൾ ഒരു ഗെയിമിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ, ആ രീതിയിലാകുമ്പം ആ രീതിയിലുള്ള ഇമോഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരോടും ഉള്ള ഒരു പെരുമാറ്റം എങ്ങനെയാണ്, ബിഹേവിയർ നല്ല രീതിയിലാണ് ആണ് അല്ലേ? നല്ല സപ്പോർട്ടാണ് എല്ലാവരും പെരുമാറുന്നത്. ശരിക്കും അങ്ങനെ കുഞ്ഞു മനസ്സിന്റെ ഉടമ തന്നെയാണോ ജിൻഡോ ചേട്ടൻ? ആണല്ലേ. ശരിക്കും ആളുടെ ഒരു എന്താ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ശാന്തനാണ്, അതേപോലെ തന്നെ ഭയങ്കര കുഞ്ഞു പിള്ളേരുടെ മനസ്സാന്നൊക്കെ കാണാറില്ല നമ്മള്, ഉണ്ടാവണത്. അപ്പൊ അങ്ങനെ തന്നെയാണോ ശരിക്കും? അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഭയങ്കര ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണോ? ആണ്, എന്തിനും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇതിൽ ഈ ഒരു ജിമ്മ് കൊണ്ടുവന്നത് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. അപ്പം അത് കാണുന്ന ആൾക്കാരാണല്ലോ നിങ്ങളും, അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പുള്ളി ഒരു ചെറിയ പ്രായം മുതലേ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഞങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പം ഞങ്ങൾക്ക് അത് വരുന്ന കരിയറിൽ ഒരുപാട് മെച്ചപ്പെടാൻ സാധിക്കും. ഇൻസ്പിറേഷൻ ആണോ ശരിക്കും ജിൻഡോ ചേട്ടൻ നിങ്ങളുടെ? അല്ല, ഒരു ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്, ഒരാളെ കണ്ട് പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടൻ എന്ത് സ്വഭാവമാണ് എന്നിൽ വേണം എന്ന് തോന്നിയിട്ടുള്ളത്? നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ ശരി? അതോ അതിന്റെ അകത്തും വീടിന്റെ അകത്തും അങ്ങനെയാണ്, പുറത്തും അങ്ങനെയാണ്? ഓക്കെ.